മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കണ്ടില്ലേ? എന്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. മഹാരാഷ്ട്ര അടക്കി ഭരിക്കുന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയിട്ട് എന്തേ നമ്മുടെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങള് ഒരു ചർച്ച പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്, ഒരു വാർത്ത പോലും കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഏത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൂടി സകലരും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര ഒരു കാലത്ത് കോൺഗ്രസിന്റെ, ശിവസേനയുടെ, NCP അതായത് ഈ ശരത് പവാറിന്റെ ഒക്കെ കോട്ടയായിട്ട് അറിയപ്പെട്ടിരുന്ന മഹാരാഷ്ട്രയില് BJPയെ ഒന്നാമത്തെ പാർട്ടിയാക്കി വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച, രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തരായ നേതാക്കന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഈ ദേവേന്ദ്ര ഫട്നാവിസ് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കൊക്കെ എത്തിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരക്ഷരം ഉണ്ടാവില്ല, ഒരു ചർച്ച ചെയ്യല്ല. ഇതിലൂടെയൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം. NDA BJP ഒരു തരത്തിലും കേരളത്തിൽ വളരരുത് എന്ന് തന്നെയാ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളുടെയും അജണ്ട. അതൊക്കെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് തകർന്ന് തരിപ്പണാവും എന്നുള്ളത് സകല പ്രമുഖ മാധ്യമങ്ങളും ആദ്യമേ തിരിച്ചറിഞ്ഞോളൂ. ഇതൊക്കെ കേരളത്തിലെ മലയാളികൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അല്ലെങ്കിൽ ഇതൊന്ന് നോക്കൂ. അതായത് തേജസ്വി യാദവ് കേരളത്തിൽ വരുന്നുണ്ട്. ഏത് തേജസ്വി യാദവ്? കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ തോറ്റു തൊപ്പയിട്ട തേജസ്വി യാദവ്. ഏത് തേജസ്വി യാദവ്? രാഹുൽ ഗാന്ധിയുടെ തോളോട് തോള് ചേർന്ന് വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള, ഒരുമിച്ച് മത്സരിച്ചിട്ടുള്ള തേജസ്വി യാദവ് കേരളത്തിലെത്തിയിട്ട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് തേജസ്വി യാദവ് വരുന്നോ എന്ന് പറഞ്ഞ് വലിയ ആവശ്യത്തിൽ വാർത്ത. അതേ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ തോളോട് തോളു ചേർന്ന തേജസ്വി യാദവ് ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരുന്നതിൽ ഒരു വിരോധാഭാസമില്ല എന്ന ഒരു ചോദ്യവും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല. പകരം തേജസ്വി യാദവ് വരുന്നോ, ഏത് തോറ്റു തൊപ്പിയിട്ട. അതേസമയം രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്ര അടക്കി ഭരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസ് നമ്മുടെ കേരളത്തിലെത്തിയിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമത്തിനും ഒരു ചർച്ച ചെയ്യാൻ അവർക്കൊരു താല്പര്യമില്ല. കാരണം BJPയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും കൊടുക്കരുത്. ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വാർത്തയും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നേയില്ല. അതിനെയൊക്കെ തന്നെ മറികടന്ന് BJP മുന്നോട്ട് കുതിക്കുക. ഈ ദേവേന്ദ്ര ഫട്നാവിസ് വന്ന ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ ഉണ്ടല്ലോ, റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാ. ഇതുവരെ മിണ്ടാതിരുന്ന മാധ്യമങ്ങളൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ഒരു തർക്കവും വേണ്ട. ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ BJP സ്ഥാനാർത്ഥി വിജയിക്കാൻ പോവാ. അവിടെ ഇത്തവണയും അഡ്വക്കേറ്റ് P. സുധീറാണ് മത്സരത്തിന് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു മികവ് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. 2011 BJPക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് എന്ന് പറയുന്നത് വെറും 4844 വോട്ടാ. ആ 2011 നിന്ന് 2016 എത്തുമ്പോൾ വലിയ വളർച്ച. അത് 2021 P. സുധീർ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുമ്പേ അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 38,262 വോട്ടാ. 38,262 വോട്ട്. 2011 നിന്ന് 2021 എത്തുമ്പോൾ BJPയുടെ അവിടുത്തെ വോട്ടിന്റെ വളർച്ച എന്ന് പറയുന്നത് 33,418 വോട്ടിന്റെ വളർച്ച. എന്നിട്ട് അവിടെ രണ്ടാം സ്ഥാനത്തേക്കും P. സുധീർ 2021 എത്തിയിട്ടുണ്ട്. ഇത്തവണ 2026 റിസൾട്ട് വരുമ്പോ ഒന്നാം സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് P. സുധീർ എത്താൻ പോകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട കേട്ടോ. P. സുധീറൊക്കെ ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ മുക്കും മൂലയും കൃത്യമായിട്ട് അറിയുന്ന, അവിടെ ആളുകളെ പേരെടുത്ത് വിളിച്ച് അവരുമായിട്ട് വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നൊരു നേതാവ് കൂടിയാ. ഈ ഒക്കെ ഓരോ മണ്ഡലത്തിലെയും BJPയുടെ വോട്ടിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്ത, കേരളത്തിൽ ഇതുപോലെ വളരുന്ന ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയില്ല. ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും, ഈ പറയുന്ന CPM ആണെങ്കിലും, ഈ പറയുന്ന പാർട്ടികളൊക്കെ തന്നെ ഓരോ തവണത്തെയും വോട്ട് ഷെയർ നോക്കുമ്പോൾ കണക്ക് നോക്കുമ്പോൾ ഒന്നെങ്കിൽ താഴോട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റം. അതേസമയത്ത് നിങ്ങൾ BJPയുടെ ഒരു വളർച്ച നോക്കൂ. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ സമാനതകളില്ലാത്ത രീതിയിലല്ലേ വളർന്നിട്ടുള്ളത്.
2011 നിന്ന് വളർന്നത് 2021 എത്തുമ്പോ ആ മണ്ഡലത്തിലെ 2ാം സ്ഥാനത്തേക്ക് BJPക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇത് ചില്ലറ കാര്യമാണോ? ഇത് വലിയ രീതിയിൽ കേരളത്തിൽ BJP വളരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാ. ഈ 2011 നിന്ന് 2021 എത്തുമ്പോ 2ാം സ്ഥാനത്തേക്ക് എത്തിയ BJP ഇന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുന്നത് വെറുതെ അല്ല. കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി. നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ BJP ഭരിക്കുന്നു. BJP അവിടെ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഏതൊരു വീടില്ലാത്ത ആളുകൾക്കും വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ആരെയെന്നില്ല, മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വർണ്ണം നോക്കുന്നില്ല, വാഹനങ്ങൾ കൊടുക്കുക. സ്കൂട്ടറായിട്ടുള്ളത് വിതരണം ചെയ്തു കഴിഞ്ഞു. തെരുവുനായ ശല്യം ആരവിടെ ഈ BJP ഭരിക്കുന്ന കോർപ്പറേഷനിലേക്ക് പരാജയമായിട്ട് എത്തുന്നോ അവിടെ VV രാജേഷ് എന്ന കരുത്തുറ്റ ലീഡർ മതമോ ജാതിയോ വർണ്ണമോ ഒരു വിവേചനമില്ല, സകലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് വികസനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ നിരന്തരം പരിഹരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ കേരളം. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടൊക്കെ ഇത് വളരെ വ്യക്തമാവുക. കേരളത്തിൽ നാനാഭാഗങ്ങളിലും BJP വളർന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തൂല. നമ്മുടെ കേരളത്തിൽ ഏതൊരു ചാനൽ എടുത്ത് ഈ രാത്രി നോക്കിയാൽ എന്താ പറയാ, ഈ രാത്രി ചർച്ചകളിൽ ഇവരെന്താ വിളിച്ചു പറയാ, BJP പരാജയപ്പെടും, BJPക്ക് 0, BJPക്ക് അങ്ങനെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ കണക്കുകൾ നോക്കുമ്പോൾ പോലും വ്യക്തമാണ്. കേരളത്തിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP-യാ. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് വളരെ വ്യക്തമാവാൻ പോവാ. 2 അക്ക സംഖ്യയിലേക്ക് BJP MLA-മാർ കേരളത്തിലുണ്ടാവും. എഴുതി വെച്ചോളൂ. വോട്ടെടുപ്പിന്റെ മുമ്പേ പറയുന്നതാ, 2 അക്ക സംഖ്യയിലേക്ക് BJP എത്തും. പല മണ്ഡലങ്ങളിലും അട്ടിമറി നടക്കൂ. നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും പിന്നില. അവരിപ്പോ UDF LDF. അതേ സമയത്ത് സാധാരണക്കാരിൽ വലിയ ചർച്ച. ആറ്റിങ്ങൽ മണ്ഡലം ലളിതമായിട്ടുള്ള ചോദ്യം. ആറ്റിങ്ങൽ മണ്ഡലത്തെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്ത ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമങ്ങളുണ്ടോ? 2ാം സ്ഥാനത്ത് അവിടെയും പോയിട്ട് UDF LDF എന്ന നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് BJP ഉണ്ട്. എന്നിട്ട് എത്ര മാധ്യമങ്ങൾ പറഞ്ഞു ഇത് ഇഞ്ചോടിഞ്ച് മത്സരം? ഒരാൾ പറയൂല. ഇവിടെ ത്രികോണ മത്സരമാണെന്ന് പോലും പറയാൻ മടിയ. ത്രികോണ മത്സരമാണ് എന്ന് പോലും പറയാൻ മടിയ. 2ാം സ്ഥാനത്തുള്ള BJP സ്ഥാനാർത്ഥി എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളത് സകല പ്രമുഖ മാധ്യമങ്ങളും ഇനി വേണമെങ്കിൽ UDF LDF ടീമാവും. അങ്ങനെയാണല്ലോ ഇവിടെ പല സ്ഥലങ്ങളിലും BJP പരാജയപ്പെടുത്തുന്നത്. നേർക്ക് നേർ ഒറ്റക്ക് മുട്ടിയാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ഇഷ്ടം പോലെ സീറ്റുകൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു യാഥാർത്ഥ്യമല്ലേ? ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. ഒരു യാഥാർത്ഥ്യം, ഈ വരുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ സമാനതകളില്ലാത്ത രീതിയിൽ BJP ഇവിടെ സീറ്റ് പിടിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.